ബിഗ് ബോസ് മലയാളം സീസൺ 5-ൻ്റെ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6-ൻ്റെ 8-ാമത്തെ എപ്പിസോഡിൻ്റെ പ്രധാന സംഭവം എന്ന് പറയുന്നത് ഋഷിയുടെ പൊട്ടിത്തെറി തന്നെയായിരുന്നു. നോമിനേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഋഷി പവർ റൂമിലെ അംഗമായ ജാസ്മിനെതിരെ പൊട്ടിത്തെറിച്ചത്. തന്നെ പുറകിൽ നിന്നും കുത്തിയെന്നാരോപിച്ചായിരുന്നു ജാസ്മിനെതിരെ ഋഷി പ്രകോപിതനായത്. അതിനിടയിൽ കയറിയ ഗബ്രിക്കും ഋഷിയുടെ വായിൽ നിന്നും കിട്ടി. കഴിഞ്ഞ ദിവസം പ്രൊമോ ഇറങ്ങിയത് മുതൽ പ്രേക്ഷകർ ഓരോരുത്തരും കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു സംഭവത്തിനായി. സംഭവത്തിൻ്റെ മൂലകാരണം പവർ ടീമിൻ്റെ നോമിനേഷൻ പ്രക്രിയ തന്നെയാണ്. പവർ ടീമിൽ പുതുതായി എത്തിയ ജാസ്മിൻ പവർ ടീമിൻ്റെ നോമിനേഷനായി ഋഷിയെ നിർദ്ദേശിക്കുന്നു. ഇതു ഗബ്രി പിന്താങ്ങുന്നു. ബാക്കിയുള്ളവരും ഇതേ രീതിയിൽ പോകുമെന്ന അവസ്ഥയിൽ ജാൻമണി ഗ്രൂപ്പിൻ്റെ ചർച്ചയിൽ നിന്നും പിണങ്ങി ഇറങ്ങിപ്പോകുന്നു. അവർ ബഹളമുണ്ടാക്കുന്നു. നോമിനേഷൻ ഫെയർ അല്ല എന്നതായിരുന്നു ജാൻമണിയുടെ വിഷയം. നീണ്ട തർക്കത്തിനൊടുവിൽ ഋഷിയുടെ നോമിനേഷൻ മാറ്റിവെച്ച് ജിൻഡോയെ പവർ ടീം നിർദ്ദേശിക്കുന്നു. അതേസമയം ജാസ്മിനും ഗബ്രിയും കൺഫെഷൻ റൂമിലെ നോമിനേഷനിൽ ഋഷിയുടെ പേര് പറഞ്ഞു എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ തന്നെ ഗബ്രി പവർ റൂം ഇടും എന്ന് കഴിഞ്ഞ രാത്രി പറഞ്ഞു നടന്നിരുന്നു. എന്നാൽ അത് ചെയ്യാത്തതും ജാസ്മിൻ്റെ പവർ റൂം പ്രവേശനവും മറ്റും ഋഷി അടക്കമുള്ള വീട്ടുകാരിലെ പലരിലും അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അതിനിടയിലാണ് ജാൻമണി ഋഷിയെ ജാസ്മിനും ഗബ്രിയും നിർദ്ദേശിച്ച വിവരം ഋഷിയുമായി പങ്കിട്ടത്. ഇതോടെ ഇനിയിപ്പോൾ അവരുമായി ഒരു ബന്ധമില്ലെന്ന് ഋഷി പ്രഖ്യാപിച്ചിരുന്നു. അവരെ നോക്കി ചിരിക്കുക പോലുമില്ലെന്നും ഋഷി പറഞ്ഞു. പിന്നാലെ ഒരു ഘട്ടത്തിൽ ജാസ്മിൻ ഋഷിയെ നോക്കി ചിരിച്ചതോടെ വിഷയം മാറി. ഋഷി പ്രകോപിതനായി ജാസ്മിനെതിരെ പാഞ്ഞെടുത്തു. തലയണ കുഷൻ വലിച്ചെറിഞ്ഞു. കഴിവുകെട്ടവളെ എന്നടക്കം ജാസ്മിനെ വിളിച്ചു. ഇടയ്ക്ക് കയറിയ ഗബ്രിയെ മരവാഴ എന്ന് വിളിച്ചു. തുടർന്ന് റൂമിൽ കയറി കരയുകയായിരുന്നു ഋഷി. അവസാനം സിജോ കൺഫെഷൻ റൂമിലേക്ക് ഋഷിയെ എത്തിച്ചു. അവിടെ പോയി സമാധാനിപ്പിക്കുകയായിരുന്നു. അതേസമയം തൻ്റെ ഭാഗം വിശദീകരിച്ച് ജാസ്മിനും കരയുന്നുണ്ടായിരുന്നു. ജാസ്മിനെ സമാധാനിപ്പിക്കാൻ ഗബ്രി, റസ്മിൻ, ശരണ്യ പോലെ ചുരുക്കം പേര് മാത്രമാണ് എത്തിയത്. ഇതിൻ്റെ ഭാഗം പ്രേക്ഷകർ പറയുന്നത് ഇങ്ങനെയാണ്: ഋഷി ഒരു നോമിനേഷൻ്റെ പേരിൽ ഇത്രയും പ്രകോപിതനാകേണ്ടതുണ്ടോ എന്നായിരുന്നു ഒരു വിഭാഗം ചോദിക്കുന്നത്. ബിഗ് ബോസ് നോമിനേഷൻ എന്തായാലും ഒരു പ്രക്രിയ മാത്രമല്ല, ഒപ്പം തന്നെ ജാസ്മിൻ ഋഷിയെ നോമിനേറ്റ് ചെയ്ത് ഒരു സ്വാഭാവിക പ്രക്രിയ കൂടിയാണ്. അതുമാത്രമല്ല, ഋഷി ആക്റ്റീവാകട്ടെ എന്ന നിലയിലാണ് അവർ അവനെ നോമിനേറ്റ് ചെയ്തത്. അത് ഋഷിയുടെ പ്രതികരണത്തിലൂടെ തന്നെ വിജയകരമായി എന്നുമാണ് ഒരു വാദം. അതേസമയം അടുത്ത സുഹൃത്തുക്കളുമായി ചിരിച്ചു നടന്ന രണ്ടുപേർ ചതിച്ചതിൻ്റെ വിഷമം ഒരിക്കലും അറിഞ്ഞവർക്ക് ഋഷിയുടെ വിഷമം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. എന്തുവായാലും നമുക്ക് വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.